ఇకపై మీకు ఇష్టమైన ఫేవరెట్ సీరియల్స్ యొక్క ఫుల్ ఎపిసోడ్స్ యూట్యూబ్లో అందుబాటులో ఉండవు. కేవలం సన్నెక్స్లో మాత్రమే ఫ్రీగా చూడొచ్చు. ഞാൻ നിങ്ങളുമായിട്ട് ഇനി ഒരു ബന്ധവും ഇല്ലെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടല്ലേ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ എന്തിനാ എന്നെ കിടന്ന് ഇങ്ങനെ വിളിക്കുന്നത്? കാര്യങ്ങളൊക്കെ എനിക്കറിയാം, തിരക്കായിരിക്കും. പക്ഷെ ഇതൊരു അത്യാവശ്യ കാര്യമായതുകൊണ്ടല്ലേ. ഇവിടം വരെ ഒന്ന് വന്നിട്ട് അപ്പൊ തന്നെ പൊയ്ക്കോ. ഇവിടെ നിങ്ങളോട് സംസാരിച്ചേ പറ്റൂന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക അച്ഛമ്മ. അതുകൊണ്ടല്ലേ. നീ ഫോണിങ്ങതാ, ഞാൻ സംസാരിക്കാം. ഞാൻ സംസാരിക്കില്ല അച്ഛമ്മ. പുള്ളിക്കാരൻ നല്ല തിരക്കില്ല, ഓഫീസിലാണെന്നാ പറഞ്ഞേ. ഓഫീസില് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അച്ഛൻ വിളിക്കുന്നു, അപ്പൂപ്പൻ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇനി എന്നെ വിളിച്ചേക്കരുത്, മനസ്സിലായോ? ആ ശരി ശരി, വേഗം ഇങ്ങോട്ട് വന്നാ മതി. വരാന്ന് പറഞ്ഞു അച്ഛമ്മ. അവനിങ്ങ വരട്ടെ, എന്നിട്ടെല്ലാം ഞാൻ ചോദിച്ചോളാം. എന്തായാലും അവൻ വരാന്ന് പറഞ്ഞല്ലോ. ചേച്ചി സമാധാനമായിട്ടിരിക്കുക. സമാധാനപ്പെടുന്നതൊക്കെ പിന്നെ, ആദ്യം അവൻ വരട്ടെ. ആ എന്നാ എന്താന്ന് വെച്ചാ ചെയ്തു. അല്ല പിന്നെ ഓ ഇവക്കെന്ത് കാര്യം? ഓ ഇവള് എന്തുദ്ദേശത്തിലാ നീ കാർത്തിക്കിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അച്ഛമ്മയുടെ മുമ്പിൽ വെച്ച് അടുത്ത പ്രശ്നം ഉണ്ടാക്കാനാണോ നിന്റെ നീക്കം? അതിന് കാർത്തിക വരാൻ സമ്മതിച്ചു ആരാ പറഞ്ഞത്? വരില്ലെന്ന് ദേവിയമ്മയുടെ ആങ്ങള പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. അച്ഛമ്മയെ ബോധ്യപ്പെടുത്താൻ ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഓ ഇനി കാർത്തിക വരാത്തതെന്തെന്ന് ചോദിച്ചുള്ള ഇരിപ്പായിരിക്കും അമ്മയ്ക്ക്. വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക്? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? വരില്ലെന്ന് പറഞ്ഞത് അങ്ങ് അറിയിക്കണമായിരുന്നു. അത് പറയാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ കള്ളക്കളികൾ വേണ്ട. ദേവിയമ്മ നിക്ക്, പോവല്ലേ. ഞാൻ പറയുന്നു, ഒന്ന് കേക്ക്. അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആവശ്യമില്ലാതെ വാശി പിടിക്കണ്ട. കാർത്തിക്ക് വരുമ്പോ വരട്ടെ, കേട്ടല്ലോ? ഭാര്യ ആശുപത്രിയിലായാ പോലും വരാൻ പറ്റാത്ത എന്ത് തിരക്കാ നിന്റെ ആങ്ങളയ്ക്കുള്ളത്? ആങ്ങളയ്ക്കേ പല തിരക്കും കാണും. അവന് ഭാര്യയൊന്നും കുടുംബമൊന്നും ഇല്ല. കണ്ണി കണ്ടവളുമാരുടെ കാര്യങ്ങൾ നോക്കി നടക്കുക അവൻ. കണ്ണി കണ്ടവളുമാരുടെ കാര്യോ? ഏതവളാടി? അത് ഒന്നുമില്ല അച്ഛമ്മ. വൈകൽ മേഡത്തിന്റെ ഓഫീസ് കാര്യങ്ങൾക്ക് പോയേക്കുമല്ലേ, അതാ ദേവമ്മ അങ്ങനെ പറഞ്ഞത്. അതെ, അവൻ വൈകിയുടെ പുറകെ തന്നെയാ. അവൻ വരുമെന്ന് പ്രതീക്ഷിച്ച് ഇവിടെ കാത്തിരിക്കുകയും വേണ്ട, കേട്ടല്ലോ? ഇനി സുന്ദരിയുടെ ഭർത്താവെന്നും പറഞ്ഞ് ഇവിടെ ആരും കാത്തിരിക്കണ്ട. എന്താടി മോളെ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? അല്ല അത് പിന്നെ ഞാൻ ദേവിയമ്മയുടെ അടുത്തോട്ട് ചെല്ലട്ടെ. എടാ കൃഷ്ണ, കാർത്തിക് വരില്ലേ? നമുക്ക് നോക്കാം, അല്ലാതെ ഇപ്പോ ഞാനെന്ത് പറയാൻ? മല്ലുവ, കുറച്ച് ജോലിയുണ്ട്. ആങ്ങളയ്ക്ക് പല തിരക്കും കാണും. അവന് ഭാര്യയൊന്നും കുടുംബമൊന്നും ഇല്ല. കണ്ണി കണ്ടവളുമാരുടെ കാര്യങ്ങൾ നോക്കി നടക്കുക അവൻ. എന്താ അവൾ അങ്ങനെ പറഞ്ഞത്? ഒന്ന് അന്വേഷിക്കണമല്ലോ.
എന്റെ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായൊരു മറുപടി പറയാൻ പറ്റുന്നില്ലേ നിനക്ക്? സുന്ദരിക്ക് നിന്നെ കാണാതിരിക്കാനേ പറ്റില്ലെന്ന് തോന്നുന്നു. അച്ഛമ്മയുടെ പേരും പറഞ്ഞ് അവള് നിന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ടല്ലോ. എന്താ അവളുടെ ഉദ്ദേശം? എല്ലാത്തിനും നീ തന്നെയാ കാരണക്കാരി. സുന്ദരി കളക്ടറമ്മ എന്നൊക്കെ പറഞ്ഞ് അവളെ തലയെ കയറ്റി വെച്ചത് നീ തന്നെയാ. അവളുടെ ഓരോ ആവശ്യങ്ങൾക്കും എന്നെ തനിച്ച് അവളുടെ കൂടെ പറഞ്ഞു വിട്ടത് നീ തന്നെയല്ലേ? അതിന്റെയൊക്കെ പേരിൽ അവളുടെ മനസ്സിൽ എന്തെങ്കിലും വേണ്ടാത്ത ചിന്തകളൊക്കെ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാനല്ല, അത് നീ മാത്രം. നിന്നോടുള്ള സ്നേഹം നടിച്ച് സുന്ദരി ഇവിടെ കയറി ഇറങ്ങിയതിൽ എന്തെങ്കിലും ദുരുദ്ദേശം കാണും. എന്തായാലും ഈ സാറിന്റെ ബുദ്ധി കൊള്ളാം. നിന്ന നിപ്പില് വൈഗ മാഡത്തിനെ കുറ്റക്കാരിയാക്കിയില്ലേ? ഇത് നീയായിട്ട് വരുത്തി വെച്ച വിനയാണ് വൈക. അതിന്റെ പേരിൽ ഇനി എന്നെ ചോദ്യമുനയിൽ നിർത്താൻ ആരും കരുതണ്ട. മാഡം, മറ്റൊരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ കേൾക്കുന്നത് തെറ്റാണെന്നറിയാം. പക്ഷേ കുറച്ചൊക്കെ ഞാൻ അബദ്ധത്തിൽ കേട്ടു. ഈ കേസില് മാഡം സാറിനെ കുറ്റപ്പെടുത്തരുത്. സാർ പറഞ്ഞത് ശരിയാ. ഭർത്താവൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവളല്ലേ അവൾ. അവളുടെ മനസ്സില് എന്തെങ്കിലും വൃത്തികെട്ട ചിന്ത ഉണ്ടായിട്ടുണ്ടാവും. അതിന് സാറിനെ എന്തിനാ മാഡം കുറ്റപ്പെടുത്തുന്നത്? ആ, പോകുന്നുണ്ടെന്ന് പറയാനാ ഞാൻ വന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി. കാർത്തി, കാർത്തി, ഞാനൊരു കാര്യം പറഞ്ഞ നിനക്ക് ദേഷ്യം വരുമോ? ഇല്ല, പറഞ്ഞു. എനിക്ക് നിന്നെ വിശ്വാസം 100% അല്ല, 200%. പക്ഷെ സുന്ദരി നിന്നെ വിളിക്കുന്നത് കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്തൊരു അധികാര ഭാവത്തിലാ അവള് സംസാരിക്കുന്നെ. എന്തിനാ നിന്നോട് അവൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നെ? അതിന് എന്നോടല്ലല്ലോ വഴക്കിടേണ്ടത്, അത് അവളോടല്ലേ ചോദിക്കേണ്ടത്. എല്ലാത്തിനും വളം വെച്ചു കൊടുത്തത് നീ തന്നെയാ. ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ ഉടനെ എന്നെ പറഞ്ഞു വിടുകയല്ലായിരുന്നു അങ്ങോട്ട് അവരെ സഹായിക്കാനായിട്ട്. അവിടെയാ നിനക്ക് തെറ്റിയത്. നമ്മൾ ചെയ്ത ഒരു സഹായം ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആവശ്യപ്പെടുമ്പോഴെല്ലാം ഓടി എത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ജോലിയായിട്ട് മാറി. ശരിയല്ലേ?